ഡിയർ സ്റ്റുഡൻസ്, നമ്മളൊരു പുതിയ ക്ലാസ്സിലേക്കാണ് പോകുന്നത്. അതായത് പുതിയ ഒരു സെമ്മിലേക്കാണ് പോകുന്നത്, പുതിയ പേപ്പറിലോട്ടാണ് പോകുന്നത്. പുതിയ പേപ്പറിൻ്റെ പേര് എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് ആണ്. 4th സെമ്മിലെ BCA പേപ്പറാണ് കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു പുതിയ പേപ്പറിലോട്ടുമാണ് പോകുന്നത്. അപ്പോൾ കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് എന്നുള്ളൊരു പേപ്പർ പഠിക്കുമ്പോൾ ആദ്യമേ പറയേണ്ടത് എന്താണ് ഗ്രാഫിക്സ്, അല്ലെങ്കിൽ എന്താണ് കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് എന്ന് വെച്ചാൽ. ഗ്രാഫിക്സ് എന്നുള്ളൊരു പേര് എല്ലാവരും കോമൺ ആയിട്ട് അറിയുന്നുണ്ടാവും. ചില ആളുകൾ ഗ്രാഫാണോ ഗ്രാഫിക്സ് എന്ന് തെറ്റിദ്ധരിക്കാറെല്ലാം ഉണ്ട്. എങ്കിലും ഗ്രാഫിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു മനസ്സിലൊരു കോൺസെപ്റ്റ് ഉണ്ടായിരിക്കണം. ഗ്രാഫിക്സും അനിമേഷനും നമ്മളെപ്പോഴും കോമൺ ആയിട്ട് പറയുന്ന രണ്ട് പേരുകളാണ്. ഗ്രാഫിക്സ് എന്ന് പറഞ്ഞാൽ സ്റ്റിൽ പിക്ചേഴ്സാണ്, ഫോട്ടോഗ്രാഫ്സ് അല്ലെങ്കിൽ എന്തോ സ്റ്റില്ലായിട്ടുള്ള എന്തോ പിക്ചേഴ്സിന് നമുക്ക് ഗ്രാഫിക്സ് എന്ന് പറയാം. ഗ്രാഫിക് ഡിസൈനേഴ്സിന് നമുക്ക് അറിയുണ്ടാവും അല്ലേ. കാരണം ഇപ്പോൾ ഓരോരോ എന്ത് പരിപാടി ആയാലും അതിനൊരു ഗ്രാഫിക്കായിട്ട് ഒരു ഡിസൈനിങ് ഉണ്ടാവും. ഗ്രാഫിക് ഡിസൈനേഴ്സ് ഉണ്ടാവും. ഫിലിമിലായാലും എന്തിലായാലും ഇപ്പോൾ എഡ്യൂക്കേഷൻ ഫീൽഡിലായാലും എൻ്റർടൈൻമെൻറ്റ് ആകുമ്പോൾ TV, ഗെയിം അങ്ങനെ കാര്യങ്ങളൊക്കെ അതിലായാലും ഏത് ഫീൽഡിലായാലും, ഇപ്പോൾ എഡ്യൂക്കേഷൻ ഫീൽഡിലായാലും ഏത് ഫീൽഡിലായാലും ഗ്രാഫിക്കൽ ഡിസൈനേഴ്സിൻ്റെ യൂസ് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ ഗ്രാഫിക്സ് എന്നുകൊണ്ട് ഒരു സ്റ്റിൽ പിക്ചേഴ്സിനെയാണ്, അതായത് മൂവ്മെൻ്റ് ഒന്നും ഇല്ലാത്ത സ്റ്റിൽ പിക്ചേഴ്സിനെയാണ് ഗ്രാഫിക്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ഗ്രാഫിക്സിൽ എഡിറ്റിംഗ് എല്ലാം വരുത്താൻ കഴിയും. അതാണ് ഗ്രാഫിക് എഞ്ചിനീയേഴ്സിൻ്റെ പണി എന്ന് പറയുന്നത്. ഭാവനയ്ക്കനുസരിച്ചിട്ട് എഡിറ്റിംഗ് എല്ലാം വരുത്താം. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ അനിമേഷൻ നമുക്ക് പറയാനൊന്നും ഇല്ലെങ്കിൽ കൂടിയും ഞാൻ അനിമേഷൻ എന്താണെന്ന് പറയാം. അനിമേഷൻ എന്ന് പറയുമ്പോൾ ഗ്രാഫിക്സിൻ്റെ വ്യത്യാസം എന്ന് പറയുന്നത്, അനിമേഷൻ എന്ന് പറയുമ്പോൾ മൂവ്മെൻറ്റ്സാണ്, മൂവ്മെൻറ്റുള്ള പിക്ചേഴ്സിനെയാണ് അനിമേഷൻ എന്ന് പറയുന്നത്. മൂവ്മെൻറ്റാണ്, ഓരോരോ ചലനങ്ങളെ ഉണ്ടാക്കലാണ് അനിമേഷൻ കൊണ്ട് ഉദ്ദേശം. ഗ്രാഫിക്സ് എന്ന് പറഞ്ഞാൽ സ്റ്റിൽ പിക്ചേഴ്സാണ്. അപ്പോൾ ഗ്രാഫിക്സിൻ്റെ ഒരു ഡെഫിനിഷൻ നമുക്ക് പറയുമ്പോൾ, കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് ഈസ് എ ബ്രാഞ്ച് ഓഫ് കമ്പ്യൂട്ടർ സയൻസ് ദാറ്റ് ഡീൽസ് വിത്ത് ജനറേറ്റിംഗ് ഇമേജസ് വിത്ത് ദ എയ്ഡ് ഓഫ് കമ്പ്യൂട്ടർ. കമ്പ്യൂട്ടർ വഴി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇമേജിനെയാണ് കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് എന്ന് പറയുന്നത്. ഇതൊരു കമ്പ്യൂട്ടർ സയൻസിൻ്റെ ഒരു ബ്രാഞ്ചാണ്. കമ്പ്യൂട്ടർ സയൻസ് എന്നുള്ള പേപ്പറിൻ്റെ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് എന്ന സബ്ജക്റ്റിൻ്റെ ബ്രാഞ്ചാണ് കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് എന്ന് പറയുന്നത്. Today, computer graphics is a core technology in digital photography, film, video, games, cell phone and computer displays and many specialized applications. ഈ കാലഘട്ടത്തിൽ കമ്പ്യൂട്ടർ ഗ്രാഫിക്സിൻ്റെ ഉപയോഗം എന്ന് പറഞ്ഞാൽ വൈഡായിട്ട് കിടക്കുകയാണ്. അതായത് ഡിജിറ്റൽ ഫോട്ടോഗ്രാഫിയിലായാലും ഫിലിമിലായാലും വീഡിയോ ഗെയിംസിലായാലും സെൽ ഫോണുകളിലായാലും കമ്പ്യൂട്ടർ ഡിസ്പ്ലേയിലായാലും അതുപോലുള്ള മറ്റേത് സ്പെഷ്യലൈസ്ഡ് ആപ്ലിക്കേഷനിലായാലും കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് ഇങ്ങനെ വൈഡായിട്ട് ഇങ്ങനെ കിടക്കുകയാണ്. ഏത് മേഖലയിലും കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് ഇപ്പോൾ ഉണ്ട്. അപ്പോൾ എന്താണ് കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് എന്നുള്ള ഡെഫിനിഷൻ, അത് കഴിഞ്ഞാൽ പിന്നെ പറയുന്നത് കമ്പ്യൂട്ടർ ഗ്രാഫിക്സിൻ്റെ ആപ്ലിക്കേഷൻ എന്താണ് എന്നുള്ളത്. അത് നിങ്ങളുടെ ഓൺ വേർഡ്സിൽ എന്തും എഴുതാം. ഇപ്പോൾ എഡ്യൂക്കേഷൻ ഫീൽഡിൽ എഴുതാം, ഇമേജ് പ്രോസസ്സിങ്ങിന് എഴുതാം, മെഷീൻ പ്രോസസ്സിങ്ങിന് എഴുതാം, പിന്നെ എൻ്റർടൈൻമെൻറ്റ്, എഡ്യൂക്കേഷൻ ഏതും എഴുതാം. ഒക്കെ എല്ലാ ഫീൽഡിലും ഗ്രാഫിക് ഡിസൈനിങ് യൂസ് ചെയ്യുന്നത്. കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് യൂസ് ചെയ്യുന്ന മേഖല തന്നെ ഇപ്പോഴില്ല. അപ്പോൾ ഏത് എഴുതി കഴിഞ്ഞാലും ശരിക്കും അത് എക്സാമ്പിളായി മാറും. ഫസ്റ്റ് എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ ആർട്ടാണ്. കമ്പ്യൂട്ടർ ആർട്ടോട് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ അനിമേഷൻ പാക്കേജുകൾ, പിന്നെ പെയിൻറ്റിൻ്റെ പാക്കേജുകൾ, അങ്ങനെയുള്ള കുറേ ഓരോരോ കിറ്റ് പോലെയുള്ള പാക്കേജുകളുണ്ട്. അതൊരു കമ്പ്യൂട്ടർ ഗ്രാഫിക്സാണ്. അത് യൂസ് ചെയ്തുകൊണ്ട് അതിൽ ഈ ഓരോ കിറ്റ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് അതിനനുസരിച്ചുള്ള ഡ്രോയിങ്സ് ചെയ്യാൻ കഴിയും. യൂസിങ് കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് വി ക്യാൻ ക്രിയേറ്റ് ഫൈൻ ആൻഡ് കൊമേഴ്സ്യൽ ആർട്ട് വിച്ച് include animation packages, paint packages. These packages provide facilities for designing object shapes and specifying object motion. Cartoon drawing, painting, logo design can also be done. കമ്പ്യൂട്ടർ ആർട്ടിന് എക്സാമ്പിൾ പറഞ്ഞാണ് കാർട്ടൂൺ വരയ്ക്കുക, പെയിൻറ്റിങ് ചെയ്യുക, ലോഗോ ഡിസൈൻ ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് കമ്പ്യൂട്ടർ ആർട്ടിൽ പെടും. അതൊക്കെ തന്നെ എന്താണ് ഗ്രാഫിക്കൽ ഡിസൈനാണ്. അപ്പോൾ ആപ്ലിക്കേഷന് ഒരു എക്സാമ്പിൾ നമുക്ക് പറയാം കമ്പ്യൂട്ടർ ആർട്ട് എന്ന് പറയാം. പിന്നെ ഡ്രോയിങ്സ് പറയാം, കമ്പ്യൂട്ടർ എയ്ഡഡ് ഡ്രോയിങ്സ്. അതായത് ഇപ്പോൾ എൻജിനീയേഴ്സൊക്കെ വരയ്ക്കുന്ന ഡ്രോയിങ്സില്ലേ, ആർക്കിടെക്ചേഴ്സ്, സിവിൽ എൻജിനീയേഴ്സൊക്കെ വരയ്ക്കുന്ന പ്ലാൻ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ എന്താണ് ഡ്രോയിങ്സാണ്, കമ്പ്യൂട്ടർ എയ്ഡഡ് ഡ്രോയിങ്സാണ്. കമ്പ്യൂട്ടർ യൂസ് ചെയ്തുകൊണ്ട് ഉപയോഗിക്കുന്ന ഡ്രോയിങ്സ് ആയതുകൊണ്ട് തന്നെ കമ്പ്യൂട്ടർ ഗ്രാഫിക്സിൽ ഉൾപ്പെടുത്താം.
ഡിസൈനിങ് ഓഫ് ബിൽഡിങ്സ്, ഓട്ടോമൊബൈൽ, മാത്രമല്ല എന്താണ് ബിൽഡിംഗ് മാത്രമല്ല ഓട്ടോമൊബൈൽ, എയർക്രാഫ്റ്റ്സ് is done with the help of computer aided drawing. This helps is providing minute details to the drawing and producing more accurate and sharp drawing with better specification. അതിന് ഗുണം കൂടി ഇതിലുള്ള പറഞ്ഞതേ ഉള്ളൂ. അതായത് ഇങ്ങനെ ഒരു ഡ്രോയിങ്സ് കൊണ്ട് എന്താണ് നമ്മൾ ഓരോരോ മിനിറ്റിലുള്ള ചേഞ്ചുകൾ, ഓരോരോ മിനിറ്റിൽ വരയ്ക്കുന്ന കാര്യങ്ങളും അപ്പോൾ എന്താ നമുക്ക് മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ കഴിയും. അതായത് യൂസേഴ്സിന് മനസ്സിലാക്കാനും അത്രയും നന്നാക്കി തെറ്റുകളൊന്നും ഇല്ലാതെ ഒരു പ്രശ്നങ്ങളും ഇല്ലാണ്ട് വരയ്ക്കാനും അത്രയും ബെറ്ററായിട്ട് ചെയ്യാനും നമുക്ക് കമ്പ്യൂട്ടർ എയ്ഡഡ് ഡ്രോയിങ് കൊണ്ട് കഴിയും. അത് മാത്രമല്ല ഇപ്പോൾ ഒരു വീടിൻ്റെയൊക്കെ പ്ലാൻ വരച്ചാൽ അതിൻ്റെ എലിവേഷനും കൂടി അത് എങ്ങനെയാണത് വരിക എന്നുള്ളത് കൂടി മനസ്സിലാക്കാൻ നമുക്ക് ഇതുവഴി കഴിയും. മൂന്നാമതാണ് പ്രസൻറ്റേഷൻ ഗ്രാഫിക്സ് ആണ്. അതായത് പ്രസൻറ്റേഷൻ സോഫ്റ്റ്വെയർ എന്നൊക്കെ പറഞ്ഞ പോലെ തന്നെ പ്രസൻറ്റേഷൻ ഗ്രാഫിക്സ് ആണ് പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു ഫോർമാറ്റായിട്ട് ഇത് പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ഗ്രാഫിക്സ് ഉപയോഗിക്കാറുണ്ട്. ഇപ്പോൾ ഫിനാൻഷ്യൽ റെക്കോർഡ്, സ്റ്റാറ്റിസ്റ്റിക്കൽ റെക്കോർഡ്സ്, ഇങ്ങനത്തെ കുറേ റിപ്പോർട്ടുകൾ, റിസർച്ച് റിപ്പോർട്ട്, അങ്ങനത്തെ റിപ്പോർട്ടുകളൊക്കെ ഇങ്ങനെ കാണിക്കുന്നത് ഗ്രാഫിക്സാണ്. അതൊരു സ്റ്റില്ലായിട്ടുള്ള റിപ്പോർട്ട്സാണ്. ഫോർ ദ പ്രിപ്പറേഷൻ ഓഫ് റിപ്പോർട്ട്സ് ഓർ സമ്മറൈസിങ് ദ ഫിനാൻഷ്യൽ, സ്റ്റാറ്റിസ്റ്റിക്കൽ, മാത്തമാറ്റിക്കൽ, സയൻറ്റിഫിക്, എക്കണോമിക് ഡാറ്റ ഫോർ റിസർച്ച് റിപ്പോർട്ട്സ്, മാനേജറിയൽ റിപ്പോർട്ട്സ്, മോറോവർ ക്രിയേഷൻ ഓഫ് ബാർ ഗ്രാഫ്സ്, പൈ ചാർട്ട്സ്, ടൈം ചാർട്ട്സ് can be done using the tools present in computer graphics. ഇതൊക്കെ ചെയ്യാനുള്ള ടൂളുകൾ കമ്പ്യൂട്ടറിൽ അവൈലബിൾ ആണ്. അതിനനുസരിച്ച് തന്നെ നമുക്ക് പിക്ചേഴ്സ് വരയ്ക്കാൻ കഴിയും. ഓരോന്നിനുമുള്ള അതിൻ്റേതായിട്ടുള്ള ടൂളുകൾ അവൈലബിൾ ആണ്. അതുകൊണ്ട് വരയ്ക്കാൻ ഈസിയാണ് എന്നാണ് പറയുന്നത്. മൂന്നാമത്താണ് പ്രസൻറ്റേഷൻ ഗ്രാഫിക്സ്. നാലാമതൊരു എൻ്റർടൈൻമെൻറ്റ്. കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് എന്ന് പറഞ്ഞാൽ എൻ്റർടൈൻമെൻറ്റ് യൂസ് ചെയ്യുന്നത് വീഡിയോ, മ്യൂസിക്, പിന്നെ ഗെയിംസ്, കാർട്ടൂൺ, ഇതിലെല്ലാം തന്നെ ഗ്രാഫിക്സ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് എൻ്റർടൈൻമെൻറ്റിൽ ഉൾപ്പെടുത്താം. കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് ഫൈൻഡ്സ് എ മേജർ പാർട്ട് ഓഫ് ഇറ്റ്സ് യൂട്ടിലിറ്റി ഇൻ ദ മൂവി ഇൻഡസ്ട്രി ആൻഡ് ഗെയിം ഇൻഡസ്ട്രി. മൂവി ഇൻഡസ്ട്രിയിലും ഗെയിം ഇൻഡസ്ട്രിയിലെല്ലാം തന്നെ ഗ്രാഫിക്സ് യൂസ് ചെയ്യാറുണ്ട്. നമുക്കറിയാം ഇപ്പോൾ ഒരു ഗെയിമായാലും മൂവ്മെൻ്റ് അല്ല എന്തായാലും കണ്ടൊരു ബാക്ക്ഗ്രൗണ്ടായിട്ട് ഒരു ചിത്രമോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. അതൊക്കെ ഗ്രാഫിക്സിൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്ന വർക്കുകളാണ്. യൂസ് ഫോർ ക്രിയേഷൻ, മോഷൻ പിക്ചേഴ്സ്, മ്യൂസിക്, വീഡിയോ, ടെലിവിഷൻ. അത് പിന്നെ ഈ അനിമേഷൻ ചെയ്യുമ്പോൾ അനിമേഷൻ മൂവ്മെൻ്റ് ആണ് കൊടുക്കുന്നതിന് കൂടിയിട്ട് ഓൾറെഡി സ്റ്റില്ലായൊരു പിക്ചറിനാണ് മൂവ്മെൻറ്റ് കൊടുക്കുന്നത്. അപ്പോൾ ഗ്രാഫിക്സ് ഉണ്ടെങ്കിൽ അനിമേഷനേ ഉള്ളൂ. ഗ്രാഫിക് പിക്ചേഴ്സുകൾ സമ്മറൈസ് ചെയ്തുകൊണ്ടാണ് മൂവ്മെൻറ്റ് കൊടുക്കുന്നത്. അപ്പോൾ എൻ്റർടൈൻമെൻറ്റ് എന്ന് പറയുന്ന ഒരു ഗ്രാഫിക്സിൻ്റെ ആപ്ലിക്കേഷനാണ്. പിന്നെ എഡ്യൂക്കേഷനിൽ ഇഷ്ടം പോലെ നമ്മൾ ഗ്രാഫിക്സ് യൂസ് ചെയ്യുന്നത് മോഡലുകളായിട്ടും കോൺസെപ്റ്റ്സ് മാപ്പായിട്ടും അങ്ങനെ പല രൂപത്തിൽ ഗ്രാഫിക്സ് യൂസ് ചെയ്യുന്നത്. കമ്പ്യൂട്ടർ ജനറേറ്റഡ് മോഡൽസ് ആർ എക്സ്ട്രീംലി യൂസ്ഫുൾ ഫോർ ടീച്ചിങ് ഹ്യൂജ് നമ്പർ ഓഫ് കോൺസെപ്റ്റ്സ് ആൻഡ് ഫണ്ടമെൻ്റൽസ് ഇൻ ഈസി ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് ലേൺ നമ്പർ. അപ്പോൾ ഒരുപാട് കോൺസെപ്റ്റുകൾ, ഒരുപാട് ഫണ്ടമെൻ്റൽസ് ഒക്കെ പെട്ടെന്ന് ഈസിയായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഗ്രാഫിക്സ് യൂസ് ചെയ്യാറുണ്ട്. യൂസിങ് കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് മെനി എഡ്യൂക്കേഷൻ മോഡൽസ് ക്യാൻ ബി ക്രിയേറ്റഡ് ത്രൂ വിച്ച് മോർ ഇൻട്രസ്റ്റ് ക്യാൻ ബി ജനറേറ്റഡ് എമംഗ് ദ സ്റ്റുഡൻസ് റിഗാർഡിംഗ് ദ സബ്ജക്റ്റ്. അടുത്ത ട്രെയിനിങ്ങിന്, അതായത് സ്പെഷ്യലൈസ്ഡ് സിസ്റ്റം ഫോർ ട്രെയിനിങ് ലൈക്ക് സിമുലേറ്റർ ക്യാൻ ബി യൂസ്ഡ് ഫോർ ട്രെയിനിങ് ദ കാൻഡിഡേറ്റ്സ് ഇൻ എ വേ ദാറ്റ് ക്യാൻ ഗ്രാസ്പ് ഇൻ എ ഷോർട്ട് സ്പാൻ ഓഫ് ടൈം ബെറ്റർ അണ്ടർസ്റ്റാൻഡ്. ഇപ്പോൾ ട്രെയിനേഴ്സ് ഇനിയിപ്പോൾ ടീച്ചിങ് ട്രെയിനേഴ്സ് ആവാം, ഏത് ട്രെയിനേഴ്സ് കൗൺസിലേഴ്സ് ആവാം, അങ്ങനെയുള്ള ട്രെയിനേഴ്സുകൾ ഇതുപോലെ അവരുടെ താഴെയുള്ള ട്രെയിനേഴ്സിനെ ട്രെയിൻ ചെയ്യിക്കാൻ വേണ്ടി, സിമുലേറ്റ് ചെയ്യിക്കാൻ വേണ്ടി ഇതുപോലെ ഗ്രാഫിക്സ് എയ്ഡുകൾ യൂസ് ചെയ്യാറുണ്ട് എന്നാണ് പറയുന്നത്. അത് വളരെ പെട്ടെന്ന് തന്നെ മോട്ടിവേഷൻ നടത്താൻ കഴിയുന്ന ഒന്നാണ് ഗ്രാഫിക്സ്. പിന്നെ വിഷ്വലൈസേഷൻ എന്ന് പറയുമ്പോൾ അഡ്വാൻസ്ഡ് ടെക്നോളജിയാണ്. അതായത് ടുഡേ ദ നീഡ് ഓഫ് വിഷ്വലൈസ് തിങ്സ് ഹാവ് ഇൻക്രീസ്ഡ് ഡ്രാസ്റ്റിക്കലി. ദ നീഡ് ഓഫ് വിഷ്വലൈസേഷൻ ക്യാൻ ബി സീൻ ഇൻ മെനി അഡ്വാൻസ്ഡ് ടെക്നോളജീസ്. ഡാറ്റ വിഷ്വലൈസേഷൻ helps in finding insight of the data, to check and study the behavior of processes around us. We need appropriate visualization which can be achieved through proper usage of computer graphics വഴിച്ച് ഡാറ്റയുടെ വിഷ്വലൈസേഷൻ അല്ലെങ്കിൽ അഡ്വാൻസ് ടെക്നോളജിയുടെ കണ്ടുപിടുത്തങ്ങൾ അങ്ങനെ ഓരോന്നും വിഷ്വലൈസ് ചെയ്യാൻ, അതായത് നമ്മുടെ ഓൾറെഡി ഉള്ള ഒരു വസ്തുവിൻ്റെ വിഷ്വലൈസേഷൻ ഗ്രാഫിക്സ് വഴി സാധ്യമാക്കാൻ കഴിയും എന്നാണ് പറയുന്നത്. പിന്നെ ഇമേജ് പ്രോസസ്സിങ്, അങ്ങനെ ഇപ്പോൾ ഫോട്ടോഷോപ്പ് പോലുള്ള ഇമേജ് ഫോട്ടോസിൻ്റെ എഡിറ്റിങ് കാര്യങ്ങളൊക്കെ ഗ്രാഫിക്സ് എഡിറ്റിംഗ് ആണ്. അത് നമുക്ക് എക്സാമ്പിളായിട്ട് പറയാം.
അടുത്ത് പറയാം മെഷീൻ ഡ്രോയിങ് ആണ്. അതായത് മെഷീൻ ഡ്രോയിങ് എന്ന് പറയുന്നതും ഡ്രോയിങ്സ് ആയതുകൊണ്ട് തന്നെ എന്താണ് അതും ഗ്രാഫിക്സ് ആണ്. കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് വെരി ഫ്രീക്വൻറ്റ്ലി യൂസ്ഡ് ഫോർ ഡിസൈനിങ്, മോഡിഫൈയിങ്, ക്രിയേഷൻ ഓഫ് വേരിയസ് പാർട്ട് ഓഫ് മെഷീൻ ആൻഡ് ദ ഓൾ മെഷീൻ ഇറ്റ് സെൽഫ്. ദ മെഷീൻ റീസൺ ബിഹൈൻഡ് using computer graphics for this purpose is the precision and clarity we get from such drawing is ultimate and extremely desired for the safe manufacturing of machine using this drawing. മെഷീൻ ഡ്രോയിങ് എന്ന് പറയുമ്പോൾ അതിൻ്റെ പ്രോസസ്സ് എങ്ങനെ നടക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ ചിത്രം വരച്ച് കാണിക്കുന്നതാണ് മെഷീൻ പ്രോസസ്സിങ്ങിൻ്റെ ഡ്രോയിങ്സ് എന്ന് പറയുമ്പോൾ. അതും ഒരു കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് ആണ്. പിന്നെ GUI, അത് ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസ്, GUI എന്ന് പറയും. അതായത് യൂസ് ഓഫ് പിക്ചേഴ്സ്, ഇമേജസ്, ഐക്കൺസ്, പോപ്പപ്പ് മെനൂസ്, ഗ്രാഫിക്കൽ ഒബ്ജക്റ്റ് ഹെൽപ്സ് ഇൻ യൂസർ ഫ്രണ്ട്ലി എൻവയോൺമെൻറ്റ് വേർ വർക്കിംഗ് ഇറ്റ് ഈസി ആൻഡ് pleasant. Using computer graphics, we can create such an atmosphere where everything can be automated and anyone can get the desired action performed in an easy fashion. അതായത് പറഞ്ഞ പിക്ചേഴ്സും ഇമേജസും പോപ്പപ്പ് മെനുവും ഗ്രാഫിക്കൽ ഒബ്ജക്ട്സും ഇതെല്ലാം കൂടി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള എൻവിറോൺമെൻറ്റ് സൃഷ്ടിക്കാൻ കഴിയും. അതായത് ഒരു യൂസർ ഫ്രണ്ട്ലി, അതായത് നല്ലൊരു ഇൻ്റർഫേസ് സൃഷ്ടിക്കാൻ കഴിയും ഇതെല്ലാം കൂടി യൂസ് ചെയ്തുകൊണ്ട്. അപ്പോൾ യൂസിങ് കമ്പ്യൂട്ടർ വി ക്യാൻ ക്രിയേറ്റ് സച്ച് അറ്റ്മോസ്ഫിയർ വേർ എവറിത്തിങ് ക്യാൻ ബി സ്റ്റിമുലേറ്റ് എനിവൺ. അപ്പോൾ ആരെ സ്റ്റിമുലേറ്റ് ചെയ്യാനും ആരെ സ്വന്തമായിട്ട് നമുക്കൊരു വർക്ക് ചെയ്യാനും ഈ ഒരു ഗ്രാഫിക്സ് കൊണ്ട് കഴിയും. അപ്പോൾ ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസിൽ ഗ്രാഫിക്സിന് വളരെയധികം പ്രാധാന്യമുണ്ട്. GUI എന്ന് പറഞ്ഞാൽ ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസ് ആണ്. അത് ശരിക്കും പറഞ്ഞാൽ ഇൻ്റർഫേസ് തന്നെയാണ്, ഗ്രാഫിക്കലായിട്ട് ചെയ്യുന്ന യൂസറിൻ്റെ ഇൻ്റർഫേസിന് ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യം 10 ആപ്ലിക്കേഷനാണ് പറഞ്ഞത്. മിനിമം 5 എക്സാമിനൊക്കെ ചോദിക്കുമ്പോൾ എഴുതേണ്ടതാണ്. കോമൺ ആയിട്ട് ഗ്രാഫിക്സിൻ്റെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് ആപ്ലിക്കേഷൻ ഓഫ് ഗ്രാഫിക്സ്. സിമ്പിളായിട്ട് മാർക്ക് നേടാൻ കഴിയുന്ന ഒന്നുകൂടിയാണ് അത്. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ പറഞ്ഞ എന്താണ് ഗ്രാഫിക്സ്, ഡിഫറെൻറ്റ് ആപ്ലിക്കേഷൻസുമാണ് പറഞ്ഞത്. ഓക്കെ, താങ്ക് യു.